പലപ്പോഴും പല സെലിബ്രിറ്റീസും പ്രത്യേകിച്ച് സ്വന്തം ലുക്സിന് കരിയറിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാവാറുള്ള സെലിബ്രിറ്റീസ് പലതരം കോസ്മെറ്റിക് സർജറീസ് ചെയ്യാറുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹോളിവുഡ് ആക്ടർ വരെ കോസ്മെറ്റിക് സർജറി ചെയ്തിട്ടുണ്ട് എന്നാണ് പല സോഴ്സസും ക്ലെയിം ചെയ്യാറുള്ളത്. എന്നാൽ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനത്തെ കോസ്മെറ്റിക് സർജറീസിൽ രണ്ട് പോപ്പുലറായ സർജറീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ആദ്യത്തത് ഫേസ് ലിഫ്റ്റ് സർജറി എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഏജ് കാരണമോ അല്ലെങ്കിൽ മറ്റുള്ള ഫാക്ടേഴ്സ് കാരണമോ നമ്മുടെ ഫേസിലുള്ള സ്കിൻ തൂങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തിരിച്ച് പഴയ രീതിക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു പ്രൊസീജിയറാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ബോട്ടോക്സ് പ്രൊസീജിയർ എന്ന് പറയും. എന്തുകൊണ്ടും ഇത് രണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ പ്രൊഫഷണലി ഇത് ചെയ്യുന്ന ഒരു സർജൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഒരു ഇന്റർവ്യൂ സ്റ്റൈലിലായിരിക്കും. കോസ്മെറ്റിക് സർജറി സ്പെഷ്യലൈസ് ചെയ്യുന്ന കോസ്മെറ്റിക് ക്ലിനിക് എന്ന് പറഞ്ഞ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ ഓണറും സിഇഒയും അതേപോലെ ചീഫ് ഡോക്ടറും കൂടിയായ ഡോക്ടർ ബിപ്ലാഷ് ബാബുവുമായിട്ടായിരിക്കും ഇന്നത്തെ ഇന്റർവ്യൂ. അപ്പോൾ അധികം സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് കണ്ടന്റിലോട്ടങ്ങ് കിടക്കാം. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ക്യാൻ യു ടെൽ മീ അബൌട്ട് ഫേസ് ലിഫ്റ്റ് പ്രൊസീജിയർ? അതിലെ ഒരാളുടെ അപ്പിയറൻസിനെ ബെറ്റർ ആക്കാൻ എങ്ങനെയായിരിക്കും ആ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ സർജറി ഹെൽപ്പ് ആവുന്നത് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ പരം. സോ ഈ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ വെസ്റ്റേൺ ആൾക്കാരിൽ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു സർജറിയാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം കുറച്ചുകൂടെ പോപ്പുലറായി വരുന്നേ ഉള്ളൂ. ഫേസ് ലിഫ്റ്റിൽ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ബേസിക്കലി നമ്മൾ ലോവർ ഫേസിന്റെ ഏജിങ് ചേഞ്ചസ് മാറ്റാനായിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ് ഫേസ് ലിഫ്റ്റ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പം പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിന്നിന്റെ ഭാഗത്തും കഴുത്തിന്റെ ഭാഗത്തും ഈ ലോവർ ഫേസിലും ഒക്കെ അവിടെയുള്ള സ്കിന്ന് താഴോട്ട് തൂങ്ങി ഫേസിന്റെ ഫാറ്റൊക്കെ താഴോട്ട് തൂങ്ങി ആണ് നമ്മുടെ ഏജിങ് നടക്കുന്നത്. ലോവർ ഫേസ് എപ്പോഴും ഏജ് ചെയ്യുന്നത് സാഗിങ് വഴിയാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സർജറിയാണ് ഫേസ് ലിഫ്റ്റ്. അപ്പോൾ ഈ ഫേസ് ലിഫ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഫേസിന്റെ ഈ സാഗിങ്ങിന് പല പല ലെയേഴ്സ് ഉണ്ട്. ഫേസിൽ ഏറ്റവും പുറത്ത് സ്കിന്നുണ്ട്, അതിനടിയിൽ ഫാറ്റ് ഉണ്ട്, അതിനടിയിൽ ഒരു മസിൽ ലെയർ ഉണ്ട്, സ്മാഷ് ലെയർ എന്ന് പറഞ്ഞ് ഫേസിലുള്ള മൾട്ടിപ്പിൾ നമ്മൾ ഈ ഫേഷ്യൽ ആനിമേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മസിലുകളൊക്കെ ഒരു ലെയർ ഉണ്ട്, സ്മാഷ് എന്ന് പറഞ്ഞ്. അതിനടിയിൽ കുറച്ച് ഫാറ്റും കുറേ നെർവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ ഫേസ് ലിഫ്റ്റ് നമ്മൾ സ്കിന്നിന്റെ അടിയിൽ ചെന്ന ശേഷം അതിന് അവിടെ അടിയിൽ എത്താനായിട്ട് പല പല ഇൻസിഷൻസ് ഉണ്ട്. ആ ഓരോരോ ഇൻസിഷൻസ് ആ മുറിവുകളുടെയും പേരിൽ സർജറികൾ ഇങ്ങനെ പല പല പേരിൽ. അതുപോലെ തന്നെ രണ്ടാമത് ഈ അതിന്റെ അടിയിലുള്ള മസിൽ നമ്മൾ എങ്ങനെയാണോ ടൈറ്റൻ ചെയ്യുന്നത് അത് വെച്ചുകൊണ്ട് ഇതിന് കുറെ പേരുകളുണ്ട്. അപ്പം ഈ രണ്ട് ഫാക്ടർ വെച്ചാണ് ഈ സർജറികൾ പലതാവുന്നത്. പക്ഷെ എല്ലാ സർജറിയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ സ്കിന്നിന്റെ അടിയിൽ ചെന്നിട്ട് ആ മസിൽ ടൈറ്റൻ ചെയ്യും. അതിനുശേഷം നമ്മൾ പുറത്ത് വന്നിട്ട് എക്സ്ട്രാ സ്കിന്നുള്ളത് കട്ട് ചെയ്തിട്ട് സ്കിന്നും ടൈറ്റ് ചെയ്യും. ഇത് രണ്ടുമാണ് ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ കൂടുതലും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഫേസ് ലിഫ്റ്റ് ഒക്കെ വരുന്ന, നമ്മുടെ നാട്ടിൽ നിന്നല്ല ഫോറിനേഴ്സ് ആണെങ്കിലും ഫേസ് ലിഫ്റ്റിന് വരുന്ന ആൾക്കാരിൽ അതർ ചേഞ്ചസും ഉണ്ടാവും ഇതിന്റെ കൂടെ തന്നെ. ഈ ലോവർ ഫേസിന് നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നതിന്റെ കൂടെ മിഡ് ഫേസിന് വേണ്ടി നമ്മൾ കുറച്ച് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്, അതായത് ഫാറ്റ് ഇഞ്ചക്ഷൻ, അയാളെ ബോഡിയിൽ നിന്ന് തന്നെ വലിച്ചിട്ട് കുറച്ച് ഫാറ്റ് ഇഞ്ചക്ട് ചെയ്യും. അവരുടെ ഐലിഡിന്റെ ലോവർ ഐലിഡിലുള്ള ബാഗ് റിമൂവ് ചെയ്യും, അപ്പർ ഐലിഡിലുള്ള എക്സ്ട്രാ സ്കിൻ റിമൂവ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഐബ്രോ ലിഫ്റ്റ് ചെയ്യും. അതൊക്കെ ഇതിനകത്ത് കമ്പൈൻ ചെയ്ത് നമ്മൾ ചെയ്യാറുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ. അതിനെല്ലാം കൂടി ചേർത്ത് ഫേസ് ലിഫ്റ്റ് ആണ് പറഞ്ഞത്. പക്ഷേ ഫേസ് ലിഫ്റ്റ് ആസ് എ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഇറ്റ് ഈസ് ദ ടൈറ്റനിങ് ഓഫ് നമ്മളെ സ്കിന്നും മസിലും ടൈറ്റൻ ചെയ്യുന്നതിനാണ് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ് ഡോക്ടർ. ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ ഫേസിന്റെ ഫീച്ചേഴ്സിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന സർജറി ഇസ് ഇറ്റ് മെയിൻലി ഓൺലി ഫോർ എസ്തെറ്റിക്സ് ഓർ ആർ ദർ എനി അതർ മെഡിക്കൽ റീസൺസ് ഫോർ വിച്ച് യു ഡു ദിസ് പ്രൊസീജിയർ ഓൺ യുവർ പേഷ്യൻസ്? എനിക്ക് റയർലി അതർ ഇൻഡിക്കേഷൻസ് വരാറുണ്ട്. ലൈക്ക് ചില ആൾക്കാർക്ക് ഫേസിൽ ഒരു സൈഡിൽ മാത്രം വോളിയം കുറവായിട്ട് ആ സൈഡ് സാഗ് ചെയ്തിരിക്കുകയാണ്. ചില ആൾക്കാർ കൊച്ചായിരിക്കുമ്പോൾ ആ സൈഡിൽ ഈ വാസ്കുലർ ട്യൂമേഴ്സ്, അതായത് ഈ ബ്ലഡ് വെസൽസ് എന്നൊക്കെ ഉണ്ടാകുന്ന ഹീമാൻജിയോമ എന്നൊക്കെ പറഞ്ഞ ട്യൂമർ ഉണ്ടായിട്ട് അവരുടെ ഒരു സൈഡ് ഭയങ്കരമായിട്ട് താങ്ങും. അതൊക്കെ പക്ഷേ ഭയങ്കര റെയർ ആണ്. കൂടുതൽ ആൾക്കാരും ഏജിങ് ചേഞ്ചിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ പൊതുവെ ആൾക്കാർ കുറച്ചുകൂടെ വയസ്സായിട്ടാണ്. നമ്മുടെ ഈ ഇന്ത്യൻസ് ആർ വെരി ലക്കി. ബിക്കോസ് നമ്മുടെ സ്കിന്നിന്റെ ഡെർമിസിന്റെ തിക്നെസ് കൂടുതലായതുകൊണ്ടും നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു കളറും എല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ ഓയിലിനെസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ സ്കിൻ അധികം പെട്ടെന്ന് ഏജ് ആവില്ല ഫോറിനേഴ്സിന്റെ പോലെ. ഒരു 35 വയസ്സുള്ള ഫോറിനറുടെ സ്കിന്നും 50 വയസ്സുള്ള ഇന്ത്യന്റെ സ്കിന്നും ഒരുപോലെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ ഫേസ് ലിഫ്റ്റ് കുറച്ചുകൂടെ ലേറ്റർ ഏജസിൽ ആവശ്യമായിട്ട് വരത്തുള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മുടെ ആൾക്കാരിലും ചില ആൾക്കാരിൽ കുറച്ച് കൂടുതൽ ഏർലി ആയിട്ട് ഏജിങ് ആണ്. ഒരു 30-35 വയസ്സാകുമ്പോൾ തന്നെ ചില ആൾക്കാരുടെ ഫേസ് സാഗ് ചെയ്യാറുണ്ട്. അതെല്ലാം ജനറ്റിക് റീസൺസ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരിൽ കുറച്ച് നേരത്തെ ഫേസ് ലിഫ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു 95% ഓഫ് ഫേസ് ലിഫ്റ്റ് സർജറികളും ഒരു ആന്റി ഏജിങ്ങിന് വേണ്ടിയാണ് ചെയ്യുന്നത്.
വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ അതർ റീസൺസിന് വേണ്ടി ചെയ്യുന്നുള്ളൂ. ഗോട്ട് ഇറ്റ് ഡോക്ടർ. ഇപ്പോൾ ഈ ഏജിങ് കാരണം ഇത് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം വാട്ട് ഈസ് ലൈക്ക് ദ ടിപ്പിക്കൽ ഏജ് അറ്റ് വിച്ച് എസ്പെഷ്യലി ഇന്ത്യൻസ്, ഇപ്പം നമ്മുടെ ആൾക്കാർ ഏതൊരു ഏജിലാണ്, ഒരു ആവറേജ് ആയിട്ട് പറയുകയാണെങ്കിൽ എത്ര ഏജിലാണ് ആൾക്കാർ അപ്രോച്ച് ചെയ്യാറുള്ളത്? അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടോ ഡോക്ടറുടെ സൈഡിൽ നിന്ന് ഇന്ന ഏജിലായിരിക്കണം ഇത് ചെയ്യേണ്ടതെന്നുള്ളത്? ഞാനൊരു 38 വയസ്സ് തൊട്ട് 77 വയസ്സ് വരെയുള്ള പേഷ്യൻസിൽ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന വെച്ചാൽ ഒരു ഐഡിയൽ ഏജിൽ ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു ഇപ്പം എന്ത് ഏജിങ് ചേഞ്ച് ആണെങ്കിലും അത് പൂർണ്ണമായിട്ട് നമ്മളെ ബോഡിയിൽ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനകത്ത് ഉണ്ടാക്കുന്ന ഇപ്പം നമുക്കൊരു ജസ്റ്റ് ഫേസ് ലിഫ്റ്റ് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി അങ്ങ് സ്കിൻ സാഗ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് പിന്നെ അത് റീലിഫ്റ്റ് ചെയ്താൽ നമുക്ക് ഒരിക്കലും ഒരു വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഇത്തിരി ഏർലി ആയിട്ട്, അതായത് ആ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ആ ഓവറായിട്ട് സ്കിൻ വിസിബിൾ ആവുന്ന അതേ ഫേസിൽ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഏജിന്റെ ആ സ്കിന്നിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പൊ തന്നെ അണ്ടർ ഐ ഹോളോ ആയിട്ട് വരുന്ന ആൾക്കാർ ഒത്തിരി വർഷമായിട്ട് 10-15 വർഷമായിട്ട് അണ്ടർ ഐ ഹോളോ ആയിട്ട് വന്ന ഒരാളെ ചെയ്ത് കഴിഞ്ഞാലും അവർ നമ്മൾ നല്ലതായിട്ട് സ്കിന്നെല്ലാം ലെവലാവും, പക്ഷെ അതിന്റെ പുറത്തുള്ള കളറും ടെക്സ്ചറും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പൊതുവെ ഇമ്പ്രൂവ് ചെയ്യത്തില്ല. അതേസമയം ഈ അണ്ടർ ഐ ഹോളോ വന്ന സമയത്ത് തന്നെ അധികം താമസിക്കാതെ അവർ ട്രീറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ അവരുടെ റിസൾട്ട് ഭയങ്കര നല്ലതായിരിക്കും. ഇപ്പൊ തന്നെ നമ്മൾ ഈ സെലിബ്രിറ്റീസിന്റെ പല ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അതിൽ ഫേസ് ലിഫ്റ്റ് ചെയ്ത ഇഷ്ടംപോലെ സെലിബ്രിറ്റീസ് ഉണ്ട്. അതെല്ലാം ആ റൈറ്റ് ടൈമിൽ നേരത്തെ ചെയ്ത ആൾക്കാരാണെങ്കിൽ അവരുടെ റിസൾട്ട് നല്ലതുമായിരിക്കും. അവരുടെ റിസൾട്ട് അങ്ങനെ ചെയ്തായിട്ട് അധികം ആരും അറിയത്തുമില്ല. അതിനെ പ്രോസ്പെക്റ്റീവ്ലി അതിന്റെ ഹീലിങ്ങും അതിന്റെ മെയിൻ്റനൻസും എല്ലാം ഭയങ്കര എളുപ്പമായിരിക്കും. സോ അതുകൊണ്ട് പിന്നെ ഓരോ ആൾക്കാരിലും ഓരോ പോലെ ആയിരിക്കും വരാം. നമ്മളിവിടുത്തെ എനിക്കൊരു ആവറേജ് ഏജ് ഫേസ് ലിഫ്റ്റ് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും, നല്ല റിസൾട്ട് വേണമെങ്കിൽ 45 to 50 years ആണ് ഏജിങ് ചേഞ്ചസ് ഉള്ള ആൾക്കാരിൽ. പക്ഷെ എല്ലാ ആൾക്കാരിലും വേണമെന്ന് ഞാൻ പറയത്തില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ 55-58 ഒക്കെ ഉള്ള ഇയേഴ്സ് ആൾക്കാരും ചില ആൾക്കാർ ഭയങ്കര നല്ല സ്കിൻ ക്വാളിറ്റി ആയിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ നമുക്കൊരു ഏജിങ് ചേഞ്ച് തോന്നുന്നുണ്ട്, സ്കിൻ സാഗ് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സാഗിങ് തോന്നി തുടങ്ങി ഒന്ന് അത് സെറ്റിൽ ആവുന്ന ഒരു ഫേസ് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ല, റാദർ ദാൻ അത് മൊത്തം തൂങ്ങിപ്പോകുന്നതിനേക്കാളും. അണ്ടർസ്റ്റുഡ് ഡോക്ടർ. ഈ ഏജിനെ കുറിച്ച്, നമ്മൾ ഏജ് റേഞ്ചിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതേപോലെ ജെൻഡർ വൈസ് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് റെക്കമെൻഡേഷൻസോ അല്ലെങ്കിൽ ഡോക്ടറുടെ സൈഡിൽ നിന്നുള്ള ഒരു അഡ്വൈസോ ഉണ്ടോ? എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് മോർ ടിപ്പിക്കലി സൂട്ടബിൾ ഫോർ വൺ ജെൻഡർ ദാൻ ദി അതർ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്? ജനറലി സംഭവം നമ്മുടെ ഒരു എത്നിസിറ്റിയിൽ ഫീമെയിൽസിനാണ് കുറച്ചും കൂടെ മെയിൽസിനേക്കാളും ഈ ഫേസ് ലിഫ്റ്റിന് ഒരു റിസൾട്ട് കിട്ടുന്നത്. ബിക്കോസ് നമ്മുടെ ഒരു എത്നിസിറ്റിയിൽ മെയിൽസിന്റെ ഇവിടെയുള്ള മസിൽ മാസും നെക്കിലുള്ള മസിൽ മാസും നമ്മുടെ ഒരു ടങ്ങിന്റെ അടിയിലുള്ള മസിൽ മാസും ഒക്കെ കുറച്ചുകൂടെ കൂടുതൽ മെയിൽസിലാണ്. അവർ പൊതുവെ മസ്കുലർ ആയതുകൊണ്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ റിസൾട്ട് എപ്പോഴും ഫീമെയിൽസിലായിരിക്കും കുറച്ചുകൂടെ കിട്ടുക. പക്ഷേ പലപ്പോഴും നമുക്ക് നല്ല ഐഡിയൽ മെയിൽസ് ആണെങ്കിൽ ചിലപ്പോൾ ഫീമെയിൽസിനേക്കാളും നല്ല റിസൾട്ടും കിട്ടിയേക്കാം. പക്ഷെ എന്നാലും എനിക്കൊന്നൊരു സ്ലൈറ്റ്ലി ഒരു ബെറ്റർ റിസൾട്ട് എപ്പോഴും ഫീമെയിൽസിലായിരിക്കും ഫേസ് ലിഫ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അണ്ടർസ്റ്റുഡ് ഡോക്ടർ. വൺ മോർ ക്വസ്റ്റ്യൻ. സോ ഇപ്പോൾ ഈ ഏജ് റേഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, റിസൾട്ട്സ് ബെറ്റർ ആയിട്ട് കിട്ടണമെങ്കിൽ ഒത്തിരി ലേറ്റ് ആവുന്നതിന് മുന്നേ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനൊരു എക്സ്പയറേഷൻ അല്ലെങ്കിൽ ഇത് ഒരു റീഡൂ ചെയ്യേണ്ട പ്രൊസീജിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എത്ര കാലത്തിന് ശേഷമാണ് ഇത് റീഡൂ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് പറയാമോ? റീഡൂ ഫേസ് ലിഫ്റ്റ് സർജറി എന്ന് വെച്ചാൽ വളരെ കോസ്മെറ്റിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലയൻസ് അത് കൺസിഡർ ചെയ്യാറുള്ളൂ. ഇപ്പോൾ തന്നെ എസ്പെഷ്യലി ഈ ആക്ടേഴ്സ് ഭയങ്കരമായിട്ട് ഫേസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആൾക്കാരൊക്കെയാണ് അത് റീഡൂസ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു ഏർലി ഏജിൽ ലൈക്ക് ഒരു 40 ഇയേഴ്സിലൊക്കെ ഫേസ് ലിഫ്റ്റ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 55 ഇയേഴ്സ് അല്ലെങ്കിൽ 60 ഇയേഴ്സ് ആകുമ്പോൾ ചിലപ്പോൾ റീഡൂ വേണ്ടി വന്നേക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഫേസ് ലിഫ്റ്റ് നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ട് എന്ന് വെച്ചാൽ വി ഡു ഫേസ് ലിഫ്റ്റ് ഫോർ ആൾക്കാർക്കൊരു ഗ്രേസ്ഫുള്ളി, അതായത് അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള ഫേസിൽ ഏജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 50 വയസ്സുള്ള ഒരാളെ ചിലപ്പോൾ കാണുമ്പോൾ ഒരു 60 വയസ്സ് തോന്നിക്കാം. അയാളെ നമ്മളൊരു ഫേസ് ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 45 വയസ്സാവും. ഒരു 15 years to 10 years to 15 years ആണ് നമ്മൾ യൂഷ്വലി ഫേസ് ലിഫ്റ്റിൽ മാക്സിമം ആസ് എ സർജൻ കമ്മിറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി പേഷ്യൻസ്, എല്ലാ ആൾക്കാരിലും അത്രയും പറ്റിയെന്ന് വരത്തില്ല, പക്ഷെ എന്നാലും ചില ആൾക്കാരിൽ അതിൽ കൂടുതലും വന്നേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു 55 years ഉള്ള ഒരാളെ അല്ലെങ്കിൽ 60 years തോന്നിക്കുന്ന ഒരാളെ ശരിക്കും 50 years ഉള്ള ഒരാളെ 45 years നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ ആ ഏജ് തൊട്ട് അയാൾ വീണ്ടും ഏജ് ചെയ്യും. അയാൾ 51 years ആകുമ്പോൾ 46 കറസ്പോണ്ടിങ് ആവും, 52 years ആകുമ്പോൾ 47 കറസ്പോണ്ടിങ് ആവും. ബിക്കോസ് വി മെയ്ഡ് ഹിം 45. ആ പോയിന്റിൽ പിന്നെ ഓരോ വർഷം അവർ ഏജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഏജിങ് ഒരു വീണ്ടും ഒരു 10-15 വർഷം ആകുമ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും അവരുടെ പഴയ ഏജിലേക്ക് എത്താം. അവർ ആ സർജറി ആദ്യം ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ പഴയ ഏജിൽ നിന്ന് പിന്നെ അവർ 10-15 വർഷം ഏജ് ചെയ്തേനെ. ടു മോർ ക്വസ്റ്റ്യൻസ് ഡോക്ടർ. ഒന്ന്, ഇതിൽ എന്തെങ്കിലും റിസ്ക് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏത് തരം പേഷ്യൻസിലാണ് അത് വരാറുള്ളത് എന്നൊന്ന് പറഞ്ഞു.
ഫേസ് ലിഫ്റ്റിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഫേസ് ലിഫ്റ്റിന്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇത് നമ്മൾ കൂടുതലും ഏജ് ചെയ്ത ആൾക്കാരിലാണ്. കുറച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരു എൽഡർ ഏജിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ, അതായത് ഡയബറ്റീസ് ഉണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, പിന്നെ അവർക്ക് എന്തെങ്കിലും കാർഡിയക് ഇഷ്യൂസ് ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടോ, അലർജീസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ സർജറി കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ ഒപ്റ്റിമൈസ് ചെയ്യാതെ അവരെ ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഫേസ് ലിഫ്റ്റ് സർജറി കൊണ്ടുണ്ടാകുന്ന സ്പെസിഫിക് പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫേസിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെർവുകളുണ്ട്. നമ്മളിപ്പം കണ്ണടയ്ക്കാൻ ഉപയോഗിക്കുന്ന നെർവ്, ചിരിക്കാൻ ഉപയോഗിക്കുന്ന നെർവ്, ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് അനക്കാൻ ഉപയോഗിക്കുന്ന നെർവ്, ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഫേഷ്യൽ നെർവാണ്. ഈ ഫേഷ്യൽ നെർവ് ശരിക്കും ഈ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്ലെയിനുകളുടെ നേരെ അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ വളരെ വളരെ കുറവാണെങ്കിൽ പോലും, അതായത് ചെറിയൊരു പെർസെൻ്റ് ആൾക്കാർ, 6% ആൾക്കാരിലൊക്കെയാണ് അങ്ങനെ സംഭവിക്കുക. ചിലപ്പോൾ സ്ട്രെച്ച് ആയി പോവുകയോ, അതിന്റെ സൈഡ് ചിലപ്പോൾ അതിന്റെ എഡ്ജസ് ഒക്കെ കട്ടായി പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ യൂഷ്വലി അതെല്ലാം ഒരു 2 വീക്സിനകത്ത് തന്നെ റിക്കവർ ചെയ്യാറുണ്ട്. ഞാൻ ഇത്രയും നാൾ ചെയ്ത ഫേസ് ലിഫ്റ്റിൽ ഒരു പേഷ്യന്റിന് മാത്രം അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. അത് 2 വീക്സിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തു. അത് പൂർണ്ണമായും കട്ടായി പോയാൽ പോലും 2 മന്ത്സിനകത്ത് അത് യൂഷ്വലി റിക്കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആയത് കാരണം അതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടോ നമ്മളെ അങ്ങനെ ജീവിതകാലം മൊത്തം ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രോബ്ലം ആയിട്ടൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഹിമറ്റോമയാണ്. ഹിമറ്റോമ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്ലെയിൻ ഉണ്ടാക്കിയിട്ടാണ് അത് ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫേസിൽ ആ മസിലിനും സ്കിന്നിനും ഇടയ്ക്കുള്ള ഒരു പ്ലെയിൻ ഉണ്ട്. അപ്പോൾ അതിൽ ബ്ലഡ് കളക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇതിന്റെ ഒരു നോൺ കോംപ്ലിക്കേഷൻ ആണ്. പക്ഷേ നമ്മളത് ഉണ്ടാവാതിരിക്കാനായിട്ട് അവിടെ ഒരു ഡ്രെയിൻ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് റിമൂവ് ചെയ്തിട്ടാണ് പേഷ്യന്റിനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് വീട്ടിലേക്ക് വിടുന്നത്. അപ്പോൾ യൂഷ്വലി ആ ഒരു ഇനിഷ്യൽ അവേഴ്സിൽ ആ ഡ്രെയിൻ ഇരിക്കുന്ന കാരണം അവിടെ വലിയ കളക്ഷൻ ഉണ്ടായാലും അത് നമുക്ക് ഡ്രെയിൻ കൂടെ വലിച്ചെടുക്കാനും അത് പിന്നെ ഒരു പ്രോബ്ലം ആവാത്ത രീതി മാറ്റാനും സാധിക്കും. ഞങ്ങൾക്ക് തന്നെ ഡ്രെയിൻ റിലേറ്റഡ് ആയിട്ടോ ഹിമറ്റോമ റിലേറ്റഡ് ആയിട്ടോ വലിയ ഇഷ്യൂ ഉണ്ടാവാറില്ല. പക്ഷേ ഇറ്റ് ഈസ് ആക്ച്വലി നോൺ കോംപ്ലിക്കേഷൻ ഓഫ് ഫേസ് ലിഫ്റ്റ്. ഈ നെർവ് ഇഞ്ചുറിയും ഈ ഒരു ബ്ലഡ് കളക്ഷനുമാണ് അതിന്റെ ഒരു 2 കോംപ്ലിക്കേഷൻ, ഈവൻ ദോ ദേ ആർ വെരി വെരി റെയർ ആൻഡ് ഈസിലി മാനേജബിൾ. Got it, doctor. So, last thing, ഇതിന്റെ കോസ്റ്റ് ആൻഡ് ഇതിന് എത്ര സമയം കൊണ്ട് ഈ ഒരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ? ഇപ്പം ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലയന്റ് എ ലോട്ട്, ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു റേഞ്ച് ഡോക്ടറിന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. ആൻഡ് ഇതിന് സർജറി കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിനകത്ത് ആ പേഷ്യന്റിന് തിരിച്ച് നോർമൽ ആക്ടിവിറ്റീസിലോട്ട് പോവാം എന്നുള്ളതൊന്ന് പറയാം. സോ പരമേശ്വർ പറഞ്ഞ പോലെ അത് വളരെ വേരിയബിൾ ആണ് റിസൾട്ട്. ബിക്കോസ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണെന്നുള്ള പൊല്ലിക്കും. നമ്മളൊരു നോർമൽ നെക്ക് ലിഫ്റ്റ് മാത്രമാണ് ചെയ്യുന്നത്, വേറെ ഫേസ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് അങ്ങനെ സാധനങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കം ടു അറൌണ്ട് ഒരു 2.5 lakhs-നകത്താണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. ബിക്കോസ് ഫേസ് ലിഫ്റ്റ് ഈസ് എ മേജർ സർജറി. അത് നമുക്ക് കുറച്ച് സമയം എടുക്കും. 2 സൈഡും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഒരു 2.5 lakhs-നകത്ത് അതിന്റെ ഒരു കോസ്റ്റ് വരും. നമ്മൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഫേസ് ലിഫ്റ്റും ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3 lakhs-നടുത്ത് കോസ്റ്റ് വരും. പിന്നെ അതിന്റെ ആഡ് ഓൺസ്, അതായത് അവർ ലോവർ ലിഡ്, അപ്പർ ലിഡ്, പിന്നെ ചില ആൾക്കാർക്ക് ടെമ്പറൽ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ ഈ ബ്രോ ലിഫ്റ്റ് ഉണ്ടാവും, ബ്ലിഫറോപ്ലാസ്റ്റി, അതായത് ഐലിഡിന്റെ സർജറി അതൊക്കെ ഉണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ ആഡ് ഓൺ ആവും. യൂഷ്വലി ഒരു അങ്ങനെ ആഡ് ഓൺസ് അനുസരിച്ച് ഒരു 30,000-40,000 വെച്ച് ഓരോ ആഡ് ഓണും ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ ഒരു 2.5 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഗോ അപ് ടു 4 lakhs rupees. സോ മേജർ പ്രൊസീജിയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് ലിഫ്റ്റ് നമ്മൾ ഇവിടെ കുറെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ റീജിയൻ ചെയ്യുന്ന സർജറിയാണ്. ഫേസ് എപ്പോഴും പെട്ടെന്ന് സർജറി കഴിഞ്ഞാൽ സ്വെല്ലപ്പ് ആവുന്ന ഒരു റീജിയനുമാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരാഴ്ച നല്ല സ്വെല്ലിംഗ് ഉണ്ടാവും. നമ്മൾ ആ സ്കിൻ റീഡ്രേപ്പ് ചെയ്യാനായിട്ട് ഒരു ബാൻഡ് ഇവിടെ കൂടി ഇങ്ങനെ വെയർ ചെയ്യേണ്ടി വരും. ചിന്നിന് ചുറ്റുള്ള ഒരു ബാൻഡ് വെയർ ചെയ്യേണ്ടി വരും. അതൊരു 2 weeks കണ്ടിന്യൂസ് ആയിട്ട് വെയർ ചെയ്യണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ആഴ്ച നല്ല നീരുണ്ടാവും. രണ്ടാമത്തെ ആഴ്ച ഒരു 50% നീരുണ്ടാവും. 3rd week ഒക്കെ ആകുമ്പോഴത്തേക്ക് നീര് കുറച്ച് കുറഞ്ഞു നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങാൻ സമയമാവും. 3rd week എൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം റിസൾട്ട് കാണാം. ഒരു ഫസ്റ്റ് മന്തിന്റെ എൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ റിസൾട്ട് നല്ലതായിട്ട് കിട്ടി തുടങ്ങും. പിന്നെ നമുക്ക് പുറത്തൊക്കെ പോകാൻ വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ സ്റ്റിച്ച് റിമൂവലും മൂണ്ടും എല്ലാം അതിന് മുന്നേ തന്നെ ചെയ്യും. യൂഷ്വലി ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത് മാക്സ് ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ടൈപ്പാണ്. മാക്സ് ലിഫ്റ്റ് വെച്ചാൽ മിനിമലി ആക്സസ് ക്രനിയൽ സസ്പെൻഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. അതാണ് ഏറ്റവും ലോകത്ത് ചെയ്യുന്ന ഫേസ് ലിഫ്റ്റുകളിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഇൻസിഷനിലൂടെ ചെയ്യുന്ന ഫേസ് ലിഫ്റ്റ് ആണ് മാക്സ് ലിഫ്റ്റ്. ബിക്കോസ് നമ്മുടെ ആസ് ദ സ്കിൻ ഗെറ്റ്സ് ഡാർക്കർ ആൻഡ് സെബേഷ്യസ്, നമ്മളെ ഇന്ത്യൻ സ്കിന്നിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ തൊട്ട് ചെറിയൊരു ഇൻസിഷൻ ഉണ്ടാക്കിയ പോലും അത് സ്കാർ വരും. അത് ഫേസിൽ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു മെയിൻ ഉദ്ദേശം ആസ് എ പ്ലാസ്റ്റിക് സർജൻ നമ്മളുടെ ഒരു മെയിൻ ഉദ്ദേശം അവരുടെ സ്കാർ ഏറ്റവും കാണാത്ത രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. സോ ഞാൻ ഈവൻ ദോ നമ്മൾ വേറെ പല ടെക്നിക്കുകൾ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിലും
ഞാൻ ഐ എം മോർ കംഫർട്ടബിൾ വിത്ത് ഈ മാക്സ് ലിഫ്റ്റ് ബിക്കോസ് അതിന്റെ ഇൻസിഷൻ ഒക്കെ ചെറുതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പല പല ഡിഫറെന്റ് അപ്രോച്ചുകളാണ്. അതെല്ലാം ഫൈനലി ചെയ്യുന്ന പ്രൊസീജിയർ ഒന്ന് തന്നെയാണ്. സോ വിച്ച് എവർ പ്രൊസീജിയർ ദ സർജൻ ഈസ് കംഫർട്ടബിൾ വിത്ത്, അത് നല്ല റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ അവർക്ക് അത് വെച്ചുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് തരാൻ പറ്റും. സോ ഐ ആം മോർ കംഫർട്ടബിൾ വിത്ത് എപ്പോഴും എനിക്ക് ഇൻസിഷൻസ് ചെറുതാക്കുക, അവരുടെ സ്കാറിന്റെ ലെങ്ത് കുറയ്ക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു എപ്പോഴും ചലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ട്. സോ ഐ ജനറലി ഡു എ മാക്സ് ലിഫ്റ്റ് ഫോർ ഓൾ മൈ പേഷ്യൻസ്. അണ്ടർസ്റ്റുഡ് ഡോക്ടർ. ഒരു വിട്ടുപോയ ചോദ്യം കൂടെ ഉണ്ട്. സോ ഈ ഫേസ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന്റെ മൂവ്മെന്റ്സിന് എന്തെങ്കിലും ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ടോ? ഞാനിത് സ്പെസിഫിക്കലി ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് മോസ്റ്റ്ലി ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ പ്രൊസീജിയർ ചെയ്യുന്നത് മോസ്റ്റ്ലി ഈ ലുക്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ, ലൈക്ക് മേ ബി ആക്ടേഴ്സ് ഓർ മോഡൽസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഇൻ ദാറ്റ് കേസ് അവർക്ക് ആ ഫേസിന്റെ ലുക്കിനെ പോലെ തന്നെ അവരുടെ എക്സ്പ്രഷൻസിനും അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനിന് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്? സംഭവം നമ്മൾ കറക്റ്റായിട്ട് അതിന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് നാച്ചുറലി ചെയ്യുന്ന ഒരു ഫേസ് ലിഫ്റ്റിൽ എൻ്റെ ഒരു പേഷ്യന്റിനും ഇപ്പോഴും എക്സ്പ്രഷന് യാതൊരു പ്രശ്നവുമില്ല. ബിക്കോസ് അത് ഓവർ ടൈറ്റ് ആക്കിയോ ഞാൻ പറഞ്ഞ പോലെ വെർട്ടിക്കൽ ലിഫ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവത്തില്ല. ഹോറിസോണ്ടൽ ലിഫ്റ്റ് ആണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ആ ഫേസ് ടൈറ്റ്നസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഹോറിസോണ്ടൽ ലിഫ്റ്റ് നമ്മൾ അവരിപ്പോൾ ചെയ്യാത്തത്. അതേപോലെ നെർവ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സൈഡിൽ അങ്ങനെ ഈ എക്സ്പ്രഷൻ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. അതല്ല, ഞാൻ പറഞ്ഞു നെർവ് ഇഞ്ചുറി വളരെ റെയർ ആണെന്ന്, 68% നെർവ് ഇഞ്ചുറി മാക്സിമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതെല്ലാം റിക്കവർ ചെയ്യാറുണ്ട്. അല്ലാത്ത ഒരു നോർമലായിട്ട് പോകുന്ന ഒരു കേസിൽ യൂഷ്വലി അവർക്ക് എക്സ്പ്രഷന് യാതൊരു വ്യത്യാസം ഉണ്ടാവാറില്ല. Yeah, thanks for those answers, doctor. So we'll move on to Botox injection പറ്റിയുള്ള questions. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ ബോട്ടോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന്റെ റിങ്കിൾസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ആണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതലൊന്ന് പറഞ്ഞുതരാമോ ഫോർ എ layman's term? ആക്ച്വലി പറഞ്ഞ കറക്റ്റ് ആണ്. അതായത് ഈ ചുളിവ് മാറ്റാനുള്ള ഇഞ്ചക്ഷൻ തന്നെയാണ്. പക്ഷെ ചുളിവിന്റെ കാരണം എന്തെന്നുള്ള അനുസരിച്ചാണ് ബോട്ടോക്സ് യൂസ്ഫുൾ ആണോ അല്ലെന്നുള്ള നമ്മൾ അറിയുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഫേസിന്റെ ഇവിടെയൊക്കെ വരുന്ന ഇങ്ങനെ ലോവർ ഫേസിലൊക്കെ വരുന്ന ചുളിവുകൾ വരുന്നത് ആ സ്കിന്ന് കൂടിക്കഴിഞ്ഞ് സ്കിന്ന് താഴോട്ട് വന്നിട്ട് ഇങ്ങനെ ചുളിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് അവിടുത്തെ റിങ്കിൾസ് വരുന്നത്. അതേസമയം നമ്മുടെ ഫോർ ഹെഡിലെ റിങ്കിൾസ് വരും. ഞാനിപ്പോ എന്റെ ഐബ്രോ മുകളിലോട്ടാക്കിയ, അപ്പൊ ഫോർ ഹെഡിലെ റിങ്കിൾസ് വരുന്നത് അതുകൊണ്ടല്ല. ഫോർ ഹെഡിലെ റിങ്കിൾസ് വരുന്നത് ഇവിടെ ഒരു മസിലുണ്ട്, എനിക്ക് ഇവിടെയും ഓരോ മസിലുണ്ട്. ആ മസിലാണ് ഐബ്രോ മുകളിലോട്ടാക്കാൻ സാധിക്കുന്നത്. ഐബ്രോ മുകളിലോട്ടാക്കുമ്പോൾ മസിൽ എന്താ ചെയ്യുന്നത്? മസിൽ ചുരുങ്ങിയാണ് ചെയ്യുന്നത്. മസിൽ ചുരുങ്ങുമ്പോൾ മസിലിലാണ് ഈ സ്കിന്നെല്ലാം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അപ്പൊ മസിൽ ചുരുങ്ങുമ്പോൾ സ്കിന്നിൽ റിങ്കിൾസ് വരും. അപ്പൊ മസിലിന്റെ ആക്ഷൻ കാരണം ഉണ്ടാകുന്ന റിങ്കിൾസിനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ബോട്ടോക്സ്. അപ്പോൾ അതില് ഒരു അങ്ങനെ ഉണ്ടാകുന്ന റിങ്കിളാണ് നമ്മളിങ്ങനെ മുഖം ചുളിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വരകൾ. അപ്പോൾ അത് ഒരാൾ ഇങ്ങനെ ചെയ്ത് അത് പെർമനന്റ് ആവും. അപ്പൊ പെർമനന്റ് ആയി കഴിയുമ്പോൾ ആ മനുഷ്യനെ കാണുമ്പോൾ എല്ലാവരും കരുതി ഇയാൾ ഒരു ദേഷ്യക്കാരനാണ്. ബിക്കോസ് നമ്മളെ നേരത്തെ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേ നമ്മൾ ആൾക്കാരെ കാണും, അവരുടെ എക്സ്പ്രഷൻസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാൾ ഹാപ്പി ആണോ, ഒരാൾ സാഡ് ആണോ, ഒരാൾ ദേഷ്യമുള്ള മനുഷ്യനാണോ, മൈൽഡ് മനുഷ്യനാണോ, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരാൾ എപ്പോഴും ഇങ്ങനെ നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ആൻഷ്യസ് മനുഷ്യനാണ്. ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യനാണ് അയാൾ എപ്പോഴും ഒരു ദേഷ്യപ്പെടുന്ന മനുഷ്യനാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പലപ്പോഴും ഒരാൾ ദേഷ്യപ്പെടാത്ത അവസരത്തിൽ പോലും അയാളെ കാണുമ്പോൾ നമുക്ക് ദേഷ്യപ്പെടുന്നത് തോന്നും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ലൈൻസിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ബോട്ടോക്സ്. അപ്പോൾ ഇവിടുത്തെ നെറ്റിയിലുള്ള വരകൾ നമ്മൾ ഏജ് ചെയ്യുന്നതനുസരിച്ച് ആ വരകൾ നമ്മളിങ്ങനെ ചെയ്യുന്ന ആക്ഷൻ കൂടുതൽ ചെയ്ത് അത് സെറ്റിലായി പെർമനന്റ് ലൈൻസ് ആയി മാറും. അതിന് മുന്നേ നമ്മൾ ബോട്ടോക്സ് ചെയ്യുകയാണെങ്കിൽ ഈ വരകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഇവിടുത്തെ വരകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഈ കണ്ണിന്റെ സൈഡിൽ ചിരിക്കുമ്പോൾ വരുന്ന ലൈൻസ് ഉണ്ട്, ക്രോസ് ഫീറ്റ് എന്ന് പറയും, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതിനുവേണ്ടിയാണ് നമ്മൾ ബോട്ടോക്സ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ചില അതർ ഇൻഡിക്കേഷൻ ഉണ്ട്, അത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പൊ നമുക്ക് ചില ആൾക്കാർ വയസ്സാകുമ്പോൾ അവരുടെ ചിരിയുടെ ഈ മൗത്തിന്റെ ആംഗിൾ താഴോട്ട് വരും. അപ്പൊ അത് എങ്ങനെയുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചിരിക്കാനായിട്ട് കുറെ മസിലുകളുണ്ട്. മുകളിലോട്ടൊരു 3 മസിലുണ്ട്, സൈഡിലോട്ടൊരു മസിലുണ്ട്, താഴോട്ടൊരു മസിലുണ്ട്. ഈ മസിലുകളാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഇങ്ങനെ ചിരിക്കണോ എന്നൊക്കെ. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ 2 മസിലിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവര് ചിരിക്കാതെ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ആംഗിൾ കുറച്ച് മുകളിലോട്ട് പോകും. ചിരിക്കുമ്പോൾ അവരുടെ ഒരു സാഡ് സ്മൈലിൽ നിന്ന് അവരൊരു ഹാപ്പി സ്മൈലിലേക്ക് മാറും. അങ്ങനെയുള്ള സ്പെസിഫിക് ഇൻഡിക്കേഷൻ ഉണ്ട് ബോട്ടോക്സിന്. പക്ഷെ അതെല്ലാം സ്പെസിഫിക് ഇൻഡിക്കേഷൻ ആണ്. അതർവൈസ് ഇറ്റ്സ് ഫോർ റിങ്കിൾസ് ആൻഡ് ഏജിങ്. ഡോക്ടർ, ഈ ബോട്ടോക്സിനും ഒരു ഐഡിയൽ കാൻഡിഡേറ്റ് ഉണ്ടോ? ഒരു ഐഡിയൽ ഏജ് റേഞ്ച് ഉണ്ടോ? ഒരു ഐഡിയൽ ജെൻഡർ ഉണ്ടോ? ഐഡിയൽ ജെൻഡർ എന്നല്ല, ആർക്കായിരിക്കും ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയാം. അതിന് ഏജ് ആക്ച്വലി ഒട്ടും മാറ്റർ ചെയ്തില്ല. ബിക്കോസ് അത് പർപ്പസ് ആണ് മാറ്റർ ചെയ്യുന്നത്. ബിക്കോസ്
എനിക്ക് വളരെ യങ് ആയിട്ടുള്ള പല പേഷ്യൻസും വരുന്നത് ഈ കണ്ണിന്റെ സൈഡിലുള്ള ക്രോസ് ഫീറ്റ് മാറ്റാനാണ്. അതൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ 22 വയസ്സോ 23 വയസ്സൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ക്രോസ് ഫീറ്റ് വരാറുണ്ട്. അതൊരു ഏജിങ് ചേഞ്ച് അല്ല, അത് ആ മസിലിന്റെ ഓരോ ആൾക്കാരുടെയും അനാട്ടമിയിലുള്ള ഒരു വ്യത്യാസമാണ്. പക്ഷേ നമ്മളുടെ മനുഷ്യ മനസ്സിൽ റിങ്കിൾസ് കണ്ടു കഴിഞ്ഞാൽ അയാൾ ഏജ്ഡ് ആയെന്നാണ് നമുക്ക് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അത് ചിലപ്പോൾ ജന്മന ഉള്ള ആളാണെങ്കിലും വേറെ ആൾ കാണുന്ന ഒരാൾ കേട്ടു ഇയാൾക്ക് വയസ്സായി, ഈ റിങ്കിൾസ് ഉണ്ടായിരുന്നു, അയാൾക്ക് ജന്മന ഉള്ളതായിരിക്കും. അപ്പൊ അങ്ങനെ യങ്ങായിട്ടുള്ള ആൾക്കാർ വരാറുണ്ട്. പക്ഷെ ഈ ഇവിടുത്തെ ഫോർവേഡ് ലൈൻസും അതൊക്കെ യൂഷ്വലി ഒരു 30+ ആൾക്കാരാണ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് അത് നമുക്ക് അതിന് ഏജ് വെച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഐ ഗെറ്റ് യങ് പേഷ്യൻസ് ഓൾസോ. ആസ് ദേ ഗെറ്റ് ഓൾഡർ ഇതൊക്കെ ചെയ്യാനുള്ള ചാൻസ് കുറച്ചുകൂടെ കൂടുതലാണ്. വാട്ട് അബൌട്ട് ജെൻഡർ? ജെൻഡർ ഐ ഗെറ്റ് ബോത്ത് ജെൻഡേഴ്സ് ആക്ച്വലി. ഐ മീൻ മെയിൽസും ഫീമെയിൽസും തമ്മിൽ ശരിക്കും ഇതിലൊരു വ്യത്യാസമില്ല. എല്ലാ ആൾക്കാരും ചെയ്യാറുണ്ട് ഒരുപോലെ തന്നെ. 50% ആണ് എല്ലാ ആൾക്കാരും ചെയ്യാറുണ്ട്. ഡോക്ടർ, ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻസിന്റെ സൈഡ് എഫക്ട്സ്, ഒരു ലോങ് ടേം സൈഡ് എഫക്ട്സ്, അതിനെ കുറിച്ച് പറയാമോ? എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്താണ്? അതായത് ലൈഫ് ലോങ് ഉണ്ടാവുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണോ, ഓർ ലൈക്ക് ഷോർട്ട് ടേം സൈഡ് എഫക്ട്സ് ഉണ്ടോ? അതിനെ കുറിച്ച് ഒന്ന് പറയാം. ഈ ബോട്ടോക്സ് എന്ന് പറയുന്ന സ്ഥാനത്ത് ആക്ച്വലി എഫക്റ്റ് ലൈഫ് ലോങ് ഉണ്ടാവില്ല, സൈഡ് എഫക്റ്റും ലൈഫ് ലോങ് ഉണ്ടാവില്ല. എഫക്റ്റ് ഉണ്ടാവുന്നത് 6 monthsലേക്കാണ്. അതിൽ 4 months ആയിരിക്കും ശരിക്കും റിസൾട്ട് ഉണ്ടാവുക. അത് കഴിഞ്ഞുള്ള 2 months അതിന്റെ റിസൾട്ട് ഇങ്ങനെ കുറച്ച് വെയിൻ ഓഫ് ചെയ്ത് വരും. 6 months കഴിഞ്ഞാൽ അത് വീണ്ടും റിപ്പീറ്റ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അതേസമയം അതിന്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അൺഇൻവൈറ്റഡ് ഗസ്റ്റിനെ പോലെ അതിന്റെ അടുത്തിരിക്കുന്ന ഒരു മസിലിലോട്ട് ഈ മരുന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു മസിൽ അതുകൊണ്ട് പാരലൈസ്ഡ് ആയി പോകും. അതൊരു സൈഡ് എഫക്റ്റ് ആണ്. പക്ഷെ ആ റിസൾട്ട് പോലെ തന്നെ ഈ സൈഡ് എഫക്റ്റും ഈ പറഞ്ഞ 4 മാസം മാക്സിമം 6 മാസം വരെ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം കറക്റ്റ് ഡോസിൽ ആ കറക്റ്റ് മസിലിന്റെ അനാട്ടമിയിൽ കറക്റ്റ് പ്ലെയിൻ അറിഞ്ഞിട്ട് ആ കറക്റ്റ് ആയിട്ട് എടുക്കേണ്ട സ്ഥലത്ത് ഇഞ്ചക്ട് ചെയ്യാന്നുള്ളതാണ്. ഒരു നല്ലൊരു ട്രെയിൻഡ് ഇഞ്ചക്ടർ ആണെങ്കിൽ ബോട്ടോക്സിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ വളരെ കുറവാണ് ഉണ്ടാവുക. ഗോട്ട് ഇറ്റ് ഡോക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് നമുക്ക് മറ്റുള്ള പ്രൊസീജിയറുമായിട്ട് കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റിന്റെ കൂടെ ബോട്ടോക്സ് അങ്ങനെ കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റുമോ? അതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? നമുക്ക് എൻ്റെ പേഷ്യൻസ് പലപ്പോഴും അവർ ഈ ഫോർഹെഡ്, മിഡ് ഫേസ്, ലോവർ ഫേസ് ഏജിങ് എല്ലാം അവിടെ കമ്പൈൻ ചെയ്യാറുണ്ട്. നമ്മൾ ആരും കഴിവതും ഒരാളും അങ്ങനെ ഒരു ഏരിയ മാത്രമായിട്ട് അങ്ങനെ ഏജ് ചെയ്യാറില്ല. ചിലപ്പോൾ അവരുടെ കൂടുതലും ലോ ഫേസ് ആയിരിക്കും ഏജ് ചെയ്യുന്നത്, കുറച്ച് മിഡ് ഫേസ് ഏജ് ഉണ്ടാവും, ചില വളരെ കുറച്ചായിരിക്കും അപ്പർ ഫേസ് ഏജ് ഉള്ളത്. അപ്പം അപ്പർ ഫേസ് ഏജിങ്ങിനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ബോട്ടോക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോവർ ഫേസ് ഏജിങ്ങിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ഫേസ് ലിഫ്റ്റ്. അപ്പം ഈ അപ്പർ ഫേസ് ഏജിങ്ങിന് നമ്മൾ ഇപ്പൊ ചില ആൾക്കാർ നമ്മുടെ വരും. അപ്പം നമ്മൾ ഒരേ സമയം ട്രീറ്റ് ചെയ്യാതെ ഏതർ ബോട്ടോക്സ് ആദ്യം ചെയ്തിട്ട് അത് സെറ്റിൽ ആയ ശേഷം ലോ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ ലോ ഫേസ് ചെയ്തതിന് ശേഷം സെറ്റിൽ ആയ ശേഷം ഫോർവേഡ് ചെയ്യുക. ഈ തന്നെ നമ്മൾ ഈ ഫിലിം ഫീൽഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് പലപ്പോഴും അവരുടെ ആക്ടിങ്ങിന് പ്രോബ്ലം ഉണ്ടാകാത്ത രീതിയിലായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് ഈ ഫ്രൗണിങ് മസിൽസ് ഭയങ്കര ഒബ്വിയസ് ആയിരിക്കും, പക്ഷേ ഈ ഫോർവേഡ് ലൈൻസ് അത്ര ഒബ്വിയസ് ആയില്ല. അപ്പം നമുക്ക് ആ ഫ്രൗണിങ് മാത്രം എടുക്കും. അതിൽ തന്നെ നമുക്ക് ഈ പിരികം താഴോട്ട് കൊണ്ടുവരുന്നൊരു മസിലുണ്ട്, പിരികം അകത്തോട്ട് കൊണ്ടുവരുന്നൊരു മസിലുണ്ട്, പിരികം പൊക്കുന്ന മസിലുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സ്പെസിഫിക്കലി ചെയ്യാം. നമ്മൾ അവിടെ ഫ്രീസ് ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്, പകരം നമ്മൾ അതിനകത്ത് ഡെഫിനറ്റ് ആയിട്ടുള്ള മസിൽസ് ചെയ്യും. സോ ഇതെല്ലാം കൂടെ ഒരേ സമയം ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ, ബിക്കോസ് അത് എല്ലാം കൂടെ നമുക്ക് ഒത്തിരി ചേഞ്ചസ് ഉണ്ടാകും. ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ അത് എഫക്ട് ചെയ്യും. ചിലപ്പോൾ ആൾക്കാർ അത് കൂടുതൽ നോട്ടീസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് സ്റ്റെപ്പ് ആയിട്ടാണ്, സ്റ്റേജ് വൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ കോസ്റ്റിനെ കുറിച്ചും പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത്, ഇപ്പോൾ ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ നമ്മൾ ബോട്ടോക്സ് കുത്തിവെച്ച് കഴിഞ്ഞാൽ ഒരു 6 monthsന് ശേഷം അതിന്റെ എഫക്റ്റ് മാറുകയും ആ മസിൽസ് വീണ്ടും ആക്റ്റീവ് ആവുകയും വീണ്ടും ബോട്ടോക്സ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണ്? അതിനെ കുറിച്ച് ഒന്ന് പറയാം. ബോട്ടോക്സ് എപ്പോഴും റിപ്പീറ്റ് ചെയ്തേ പറ്റൂ 6 months. ഇത് ആക്ച്വലി ഈ ഡ്രഗ് നമ്മളുടെ നെർവും മസിലുമായിട്ടുള്ള ജംഗ്ഷൻ, അതായത് ഒരു മസിലിൽ ഒരു നെർവ് വന്ന് കയറുന്നത്, ബിക്കോസ് മസിൽ കൺട്രാക്ട് ചെയ്യുന്ന നെർവ് പറയുമ്പോഴാണല്ലോ. അപ്പോൾ ആ നെർവ് വന്ന് മസിലോട് കയറുന്ന ജംഗ്ഷനെ ബ്ലോക്ക് ചെയ്യാണ് ഈ ഡ്രഗ് ചെയ്യുന്നത്. ഒരു 6 മാസം കഴിയുമ്പോൾ ഈ ഡ്രഗ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി വലിച്ചെടുത്ത് ആ പുതിയ റിസപ്റ്റേഴ്സ് ഉണ്ടാവും, അതിന്റെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിനാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. ആ പുതിയ റിസപ്റ്റേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഡ്രഗ് ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബോട്ടോക്സ് ഏത് കമ്പനിയുടെ ആയാലും എങ്ങനെയായാലും അതെപ്പോഴായാലും നമുക്ക് ഒരു 6 മാസം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അത് നമുക്ക് ഒരിക്കലും അത് പെർമനന്റ് ആക്കാൻ പറ്റത്തില്ല. പിന്നെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബോട്ടോക്സിന് നമ്മൾ പല ആൾക്കാരും അതിന്റെ ആ ഒരു പ്രോഡക്റ്റ് എത്രത്തോളം യൂസ് ചെയ്യുന്ന വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ കോസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഇപ്പൊ ചില ആൾക്കാരുടെ ഇവിടുത്തെ മസിൽ ഭയങ്കര തിന്നായിരിക്കും. ഇപ്പൊ തന്നെ ഫീമെയിൽസിന്റെ ഈ മസിൽ കൊറിഗേറ്റർ എന്ന് പറഞ്ഞ മസിൽ ഭയങ്കര തിന്നായിരിക്കും, മെയിൽസിന്റെ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അപ്പൊ തിന്നായിട്ടുള്ള മസിൽ നമുക്ക് 3 units എടുത്താൽ മതിയായിരിക്കും. പക്ഷെ കട്ടിയുള്ള മസിൽ ചിലപ്പോൾ 5 units എടുക്കേണ്ടി വരും.
അപ്പോൾ എത്ര യൂണിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്? യൂഷ്വലി നമ്മൾ 300 പെർ യൂണിറ്റും 400 പെർ യൂണിറ്റ് ഒക്കെ എടുക്കുന്നത് ബേസ്ഡ് ഓൺ ലോവർ വോളിയൂംസ് യൂസ് ചെയ്ത് കുറച്ച് വോളിയം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റേറ്റ് കൂടുതലായി. ബിക്കോസ് നമ്മൾ ആ ഒരു ബോട്ടിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളത് 50 യൂണിറ്റ്സിന്റെ ബോട്ടിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ 2 days നമുക്ക് വെച്ചേക്കാൻ പറ്റില്ല, അതിന് ത്രോ ചെയ്യണത്. അപ്പോൾ നമ്മളൊരു ആ ബോട്ടിലിന്റെ ചാർജ് ഒക്കെ അവർക്ക് ചാർജ് ചെയ്യേണ്ടത് യൂഷ്വലി ഒരു 10,000 പ്ലസ് GST ഒക്കെയാണ് ഒരു ഏരിയ മാത്രം എടുക്കുന്നതിന്. ഒന്നിൽ കൂടുതൽ ഏരിയ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 20,000 പ്ലസ് GST ഒക്കെ ആവും അതിന്റെ ചാർജ് ടോട്ടൽ എല്ലാം കൂടെ. Got it, doctor. One last question. ഇപ്പോൾ ഇൻ കേസ് കേരളത്തിലുള്ള ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ചെയ്യണം എന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഡോക്ടറിനെ എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യേണ്ടത്? ആൻഡ് ഇസ് എ വെയിറ്റിംഗ് ടൈം? അതിനെക്കുറിച്ച് ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്തും കൊച്ചിയിലും കൺസൾട്ടേഷൻസ് എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ട്രിവാൻഡ്രത്താണ് ഞങ്ങളുടെ ഇന്ന് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നാളെ തന്നെ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റും. ബിക്കോസ് വി ഹാവ് എ ഗ്രൂപ്പ് പ്രാക്ടീസ്. ഞങ്ങൾ 3 പ്ലാസ്റ്റിക് സർജൻസ് ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് 3 പ്ലാസ്റ്റിക് സർജൻ 3 ഡെർമറ്റോളജിസ്റ്റ് എല്ലാം ഉണ്ട്. സോ ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ഒരിക്കലും ഞങ്ങളുടെ ക്ലയൻസിന് അങ്ങനെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നും ഒരിക്കലും ബോട്ടോക്സിനോ ഫില്ലറിനോ ഒന്നും വരാറില്ല. ഫേസ് ലിഫ്റ്റിന് ചിലപ്പോൾ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും. ബിക്കോസ് ഞങ്ങളുടെ സർജറീസ് ഒക്കെ യൂഷ്വലി ഒരു 2 months അഡ്വാൻസ്, ഒരു 2 weeks അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ലോട്ട്സ് എല്ലാം ബുക്ക്ഡ് ആയിരിക്കും. പിന്നെ ഒരു നെക്സ്റ്റ് 1 month സ്പെസിഫിക് ഡേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓൾറെഡി ആ ഡേറ്റ്സ് ബുക്ക്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വലിയ ലീഡ് ടൈം യൂഷ്വലി വരാറില്ല. ഞങ്ങളുടെ ഒരു ക്ലിനിക്കിന് ഒരു നമ്പർ ഉണ്ട്, 99937775 എന്ന് പറഞ്ഞ്. ആ നമ്പർ എപ്പോഴും 24 hour എമർജൻസി നമ്പറാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുണ്ട്. ബാക്കി എല്ലാ സോഷ്യൽ മീഡിയയിലും നമുക്ക് ഹാൻഡിലുണ്ട്. ഇൻസ്റ്റാഗ്രാം ഞങ്ങൾ ആക്ച്വലി അത്യാവശ്യം പെട്ടെന്ന് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. എൻ്റെ ക്ലിനിക്കിന് ഒരു ഹാൻഡിലുണ്ട്, ദാറ്റ് ഇസ് മാനേജ്ഡ് ബൈ മൈ കോർഡിനേറ്റർ, എൻ്റെ മീഡിയ മാനേജേഴ്സ് ആണ് മാനേജ് ചെയ്യുന്നത്. എനിക്കൊരു പേഴ്സണൽ ഹാൻഡിലുണ്ട്, അത് യൂഷ്വലി എൻ്റെ റിപ്ലൈ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് യു വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം. ഏത് ചാനലിലാണെങ്കിലും യൂഷ്വലി ഞങ്ങൾ അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. Okay, doctor. I think that was very comprehensive. I thank you so much for your time. I highly appreciate you in giving this opportunity to interview you. ഇതേപോലെ ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.